ഹലോ എവരി വൺ, വെൽക്കം ടു കൊമേഴ്സ് ക്ലാസ് റൂം. മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സൊല്യൂഷൻ ഓഫ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മെട്രിക്സസ്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇക്വേഷനൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്തു അല്ലേ. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ആ ഭാഗത്തുനിന്ന് ചെയ്തു. ഇനി ആ ഇക്വേഷൻസ് മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യുന്ന രീതിയാണ് ഇനി പറയുന്നത് കേട്ടോ. അവിടെ നമ്മൾ എക്സിൻ്റെ വൈൻ്റെയും സെഡിൻ്റെയും ഒക്കെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോൾവ് ചെയ്തിട്ട് കണ്ടെത്തി. ഇവിടെ നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് എക്സിൻ്റെയും വൈൻ്റെയും അതുപോലെ തന്നെ സെഡിൻ്റെയും ഒക്കെ വാല്യൂ കണ്ടെത്തുന്ന രീതിയാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എസ് എ ക്വസ്റ്റനായിട്ടൊക്കെ ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട്, ഷോർട്ട് എസ് എ ആയിട്ടും വരാറുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. കൺസിഡർ, ഇവിടെ ഒരു ഇക്വേഷൻ്റെ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു കെ. ദെൻ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ്റെ ഫോമാണ് സി എക്സ് പ്ലസ് ഡി വൈ ഇസ് ഈക്വൽ ടു വൈ. ഇതൊരു ഇക്വേഷൻ രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ഒരു കോൺസ്റ്റൻറ്റ്, കെയും ഐയും ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ഒരു രണ്ട് ഇക്വേഷനാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും കേട്ടോ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മൾ മെട്രിക്സ് രൂപത്തിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ്, ഈ രൂപത്തിലായിരിക്കും ഇക്വേഷൻ വരിക കേട്ടോ. ഇനി സെഡും കൂടെ ഉണ്ടെങ്കിൽ പ്ലസ് സെഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ മെട്രിക്സ് ആക്കി എഴുതുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈക്വലിൻ്റെ ഇപ്പുറത്ത് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ കോൺസ്റ്റൻറ്റ് എടുക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? എ ആണ്. അത് നമ്മളിവിടെ ആദ്യത്തെ എലമെൻ്റ് ആയിട്ട് എഴുതി. ദെൻ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ബി ആണ്, അത് രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ട് എഴുതി. മെട്രിക്സ് ആണ് എഴുതുന്നത് കേട്ടോ. ദെൻ ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ ഈക്വലിൻ്റെ തൊട്ടുപ്പുറത്തുള്ള എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ സി ഈ എലമെൻ്റ് ആയിട്ട് എഴുതി. രണ്ടാമത്തെ റോയിൽ ഒന്നാമത്തെ എലമെൻ്റ് ആയിട്ട് എഴുതി. ദെൻ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡി നമ്മൾ ഇവിടെ എഴുതി. എന്നിട്ട് ഇതൊരു മെട്രിക്സ് രൂപത്തിലാക്കി മാറ്റുക. കോഎഫിഷ്യൻറ്റുകൾ മാത്രം എടുത്തിട്ട് ഒരു മെട്രിക്സ് രൂപത്തിലാക്കുക. എ ബി സി ഡി. എന്നിട്ട് നമ്മൾ ഇൻറ്റു എക്സ് വൈ, എക്സും വൈ ആണ് ഇവിടെ കാണാനുള്ളത്, അതൊരു മെട്രിക്സ് ആക്കി മാറ്റുക. എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെ ഐ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യും, കെ ഐ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ മീനിങ് എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് എ എന്നൊരു മെട്രിക്സ് ആണ്, ദെൻ ഇത് എക്സ് എന്നൊരു മെട്രിക്സ് ആണ്, ഇത് ബി എന്നൊരു മെട്രിക്സ് ആണ്. നമ്മൾ പേര് കൊടുക്കും. എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ബി എന്നാണ് ഇതിൻ്റെ മീനിങ്. നമ്മളതിനെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മാറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ അല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ എക്സ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ബി അല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്സ് ഇവിടെ നിർത്തുകയാണ്. ദെൻ എക്സ് നിർത്തിയിട്ട് നമ്മൾ ഇവിടെ എയിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്നാണല്ലോ. ദെൻ അവിടെ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നായിട്ട് മാറും. ഈ എയിനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും എന്താവും? 1/a ആയിട്ട് മാറും അല്ലേ. a/1 ഉള്ളത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും എന്തായിട്ട് മാറും? ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 1/a ആയിട്ട് മാറും, റെസിപ്രോക്കലായിട്ട് മാറിയില്ലേ. ആ റെസിപ്രോക്കലിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇൻവേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബി ഇൻറ്റു 1/a എന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? മെട്രിക്സിൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് നമ്മൾ എഴുതുക. ക്ലിയർ ആണല്ലോ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് ഇക്വേഷൻ. എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. ദെൻ ഇൻവേഴ്സ് നമുക്ക് എന്താണ് എന്ന് അറിയാം. എ ഇൻവേഴ്സ് നമ്മൾ കാണാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ, അല്ലെങ്കിൽ അഡ്ജോയിൻ്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് എ, എങ്ങനെയും പറയാം. ദെൻ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു കൊടുക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്ത് മനസ്സിലായല്ലോ. ഈ മെട്രിക്സ് എ എന്നൊരു മെട്രിക്സ് ആക്കി, ദെൻ എക്സ് എന്നൊരു മെട്രിക്സ്, ദെൻ ഈക്വൽ ടു അപ്പുറത്തൊരു മെട്രിക്സ് അല്ലേ. ദെൻ അതിന് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന രൂപത്തിൽ ഒരു ഇക്വേഷനായിട്ട് മാറ്റി ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോൾവ് കംപ്ലീറ്റ്ലി ദ ഫോളോയിങ് ഇക്വേഷൻസ് ബൈ യൂസിങ് മെട്രിക്സസ്. മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഇക്വേഷൻ എന്ന ഭാഗത്ത് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ.
അഥവാ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടെത്തുന്നത് പഠിച്ചിരുന്നു. ക്വസ്റ്റ്യനിൽ വരുന്നത് യൂസിങ് മെട്രിക്സസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മെത്തേഡിലാണ് ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ അവിടുന്ന് ചെയ്തിരുന്നല്ലോ, ഇക്വേഷൻ എന്ന ഭാഗത്ത്, ആ ഭാഗത്ത് ചെയ്ത പോലെയാണ് ചെയ്യേണ്ടത്. മെട്രിക്സസ് ബൈ യൂസിങ് മെട്രിക്സസ് എന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഓക്കെ, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടെത്തണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. പലപ്പോഴായിട്ട് എസ് എ ക്വസ്റ്റ്യനായിട്ടും ഷോർട്ടേജ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് വെക്കുക, എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ആദ്യം മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാം. ദ എബോവ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദി മെട്രിക്സ് ഫോം ആസ്. ദെൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ എടുക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിന് 2 ആണല്ലോ, അത് ആദ്യത്തെ എലമെൻ്റ് ആയിട്ട് എഴുതി. ദെൻ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -3 ആണ്. ചില ആളുകൾ മൈനസ് എടുക്കാൻ മറന്നു പോവാറുണ്ട്, നല്ലോണം ശ്രദ്ധിക്കണം. വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -3 ആണ്, ആ -3 രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, ദെൻ ഈക്വൽ ടു അപ്പുറത്തുള്ള അവിടെ നിൽക്കട്ടെ കേട്ടോ. നമ്മൾ ആദ്യത്തെ എ എന്ന മെട്രിക്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 4 ഇവിടെ രണ്ടാമത്തെ എലമെൻറ്റ് അഥവാ രണ്ടാമത്തെ റോയിൽ ഒന്നാമത്തെ എലമെൻ്റ് ആയിട്ട് കൊടുത്തു. ദെൻ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ് കേട്ടോ. ഇവിടെ 1 ഉണ്ട്, ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 ആണ് അതിൻ്റെ മീനിങ്. അപ്പോൾ -1 ആയിട്ട് നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇതെന്തായി, എ എന്നൊരു മെട്രിക്സ് ആയിട്ട് മാറി. ഓക്കെ, എക്സിൻ്റെയും വൈൻ്റെയും കോഫിഷ്യൻറ്റുകൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു മെട്രിക്സ് ആക്കി മാറ്റാം. ദെൻ നമ്മൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം, എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന രൂപത്തിലാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് ആദ്യം എഴുതും. എക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, എക്സിൻ്റെയും വൈൻ്റെയും വിലയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എക്സ് വൈ നമ്മളൊരു മെട്രിക്സ് ആക്കി എഴുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു. ദെൻ രണ്ട് ഇക്വേഷനിലും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റൻറ്റ് നമ്പർ ഒരു മെട്രിക്സ് ആക്കി എഴുതി. ഇതാണ് ബി എന്നൊരു മെട്രിക്സ് 3, 11. ക്ലിയർ ആയല്ലോ? ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ ഇതിപ്പോൾ എന്തായി, എ എന്നൊരു മെട്രിക്സ് ആയി, എക്സ് എന്നൊരു മെട്രിക്സ് ആയി, ബി. ദാറ്റ് ഈസ് എ എക്സ് ഈസ് ഈക്വൽ ടു ബി ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്, എക്സ് അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞിരുന്നു എന്താണ്, ഇപ്പോൾ എ ഇങ്ങോട്ട് പോവാണ് അല്ലേ, എ ഇങ്ങോട്ട് കൊണ്ടുമ്പോൾ ശരിക്കും 1/a ആണ്, റെസിപ്രോക്കലായല്ലോ. അത് നമ്മൾ എ ഇൻവേഴ്സ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എ ഇൻവേഴ്സ് ബി എന്നാണ് നമ്മൾ ഇക്വേഷൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബി ഇൻറ്റു എ ഇൻവേഴ്സ് എന്നതിന് പകരം എ ഇൻവേഴ്സ് ബി എന്ന് നമ്മൾ തിരിച്ചെഴുതുന്നു. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇവിടെ എക്സ് എന്താണ് നമുക്കറിയാം, എക്സും വൈ ആണല്ലോ എക്സ് എന്ന മെട്രിക്സ്. ദെൻ ബി എന്താണ് നമുക്കറിയാം. ഇനി ഇതിൽ എന്താണ് കാണേണ്ടത്, എ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് കാണണം, ആദ്യം ഡിറ്റർമിനൻറ്റ് എ കാണണം, ദെൻ പിന്നീട് അഡ്ജോയിൻറ്റ് എ കാണണം. ഇത് നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ നോക്കാം, ആദ്യം ഡിറ്റർമിനൻറ്റ് എ കാണാം. ഡിറ്റർമിനൻറ്റ് എ കാണുന്നത് എങ്ങനെയാണ്, എ എന്നൊരു മെട്രിക്സ് ഇതാണല്ലോ, അത് നമ്മൾ ഇവിടെ എഴുതി. ദെൻ 2 × -1 -2. ദെൻ പിന്നെ ആദ്യം ഈ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉള്ളത്, അതുകൊണ്ട് എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും വരിക. 3 × 4 12. ഇവിടെ ഒരു മൈനസും ഇവിടെ ഉള്ള മൈനസ് ആകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും കേട്ടോ. -2 + 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി, ഡിറ്റർമിനൻറ്റ് വാല്യൂ കിട്ടി. ദെൻ ഇനി നമ്മൾ എന്താ കാണേണ്ടത്, അഡ്ജോയിൻറ്റ് എ കാണണം. അഡ്ജോയിൻറ്റ് എ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കോഫാക്ടേഴ്സ് കാണണം അല്ലേ. ഓരോ എലമെൻറ്റിൻ്റെയും ഈ മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും നമ്മൾ കോഫാക്ടേഴ്സ് കാണണം. ഇവിടെ കോഫാക്ടേഴ്സ് കണ്ടിട്ടുണ്ട്, നമ്മളത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഇനി പറയുന്നില്ല. ദെൻ 2ൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത് -1 ആണ്. നോക്കിയാൽ കിട്ടും കേട്ടോ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ദെൻ -3യുടെ കോഫാക്ടർ ഇവിടെ -4 കിട്ടിയിട്ടുണ്ട്. ദെൻ 4ൻ്റെ കോഫാക്ടർ ദെൻ 3 ആണ്. ദെൻ -1ൻ്റെ കോഫാക്ടർ 2 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കോഫാക്ടേഴ്സ്. അപ്പോൾ അഡ്ജോയിൻറ്റ് എ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇവിടെ നമ്മൾ -1 ആണ് ഫസ്റ്റ് എലമെൻറ്റ്, ദെൻ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് -4 ആണ്. ഇങ്ങനെ എഴുതിയതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ, ഇങ്ങനെ എഴുതാം, കോളൻ രൂപത്തിൽ എഴുതാം കേട്ടോ. താഴത്തേക്ക് എഴുതുമ്പോൾ നമുക്ക് അഡ്ജോയിൻറ്റ് ചെയ്യാൻ നേരിട്ട് എഴുതാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, എന്നിട്ട് ട്രാൻസ്പോസ് എടുക്കണം. അത് ട്രാൻസ്പോസ് എടുത്തത് നേരിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അഡ്ജോയിൻറ്റ് എ ഈസ് ഈക്വൽ ടു -1 3 -4 2.
ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ കേട്ടോ. ഇനി നോക്കാം. അപ്പോൾ എ ഇൻവേഴ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുകൂടെ. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ? 1/ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ആണ്. അപ്പോൾ 1/10 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ, 10 ആണ് കിട്ടിയിട്ടുണ്ട്. 1/10 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1/10 ഇൻറ്റു അഡ്ജോയിൻറ്റ് എ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എ ഇൻവേഴ്സ് കിട്ടി. നമ്മുടെ ഇക്വേഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ. അപ്പോൾ എല്ലോ ആയാലും എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആയി, എ ഇൻവേഴ്സ് എന്നൊരു മെട്രിക്സ് നമുക്കിവിടെ കിട്ടി, ബി എന്നൊരു മെട്രിക്സും ഉണ്ട്. അപ്പോൾ ഇനി നേരിട്ട് നമുക്ക് എഴുതിക്കൂടെ എന്താണ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൈ എന്നൊരു മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1. ഇതിവിടെ നിർത്തുക കേട്ടോ, അത് പിന്നീട് സോൾവ് ചെയ്യാം. നമുക്ക് ഉള്ളിലോട്ട് ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യരുത് കേട്ടോ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുവരെ നിർത്തുക കേട്ടോ. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/10 ഇൻറ്റു -1 3 -4 2, അത് നമ്മളിവിടെ എഴുതി. ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് ഇവിടെ എഴുതിയത്, ഇൻറ്റു ബി അല്ലേ. ബി നമുക്കറിയാം കോൺസ്റ്റന്റ് നമ്പറുകളാണ് 3 11. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് വൈൻ്റെ വാല്യൂ നമ്മൾ കാണാൻ പോവുകയാണ്. എ ഇൻവേഴ്സ് ബി ആണ്, എ ഇൻവേഴ്സ് ഇവിടെ എഴുതി, ബി എഴുതി, 2 മൾട്ടിപ്ലൈ ആണ്. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം മൾട്ടിപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണ്. ഈ റോ എടുക്കുക, ഈ റോ എടുത്തിട്ട് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഇവിടെ നോക്കൂ, -1 ഇൻറ്റു 3 -3 ആണ്. ദെൻ പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റ് 3 ഇൻറ്റു 11 എത്രയാണ്? 33 ആണ് കിട്ടുക. അപ്പോൾ -3 പ്ലസ് 33 നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ 1/10 ഇതേപോലെ തന്നെ ഇവിടെ എഴുതുന്നുണ്ട്. അവസാനം നമ്മൾ ഉള്ളിലോട്ട് ചെയ്താൽ മതി, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എലമെൻ്റ് ആയി. ഇത് രണ്ടാമത്തത് -4 2 ആണ്. ഈ റോയെ ഈ കോളമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ -4 ഇൻറ്റു 3 -12, 2 ഇൻറ്റു 11 22 എന്ന് കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യാം. നോക്കൂ ഇനി -3 പ്ലസ് 33 എത്രയാണ്? 30 ആണ്. -12 പ്ലസ് 22 ദെൻ 10 നമുക്ക് കിട്ടും. ഓക്കെ, 1/10 അതേപോലെ നമ്മൾ ഇവിടെ എഴുതണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/10 ഇൻറ്റു 30 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. 1/10 ഇൻറ്റു 30 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ 1/10 ഇൻറ്റു 10 അഥവാ 10/10 അല്ലേ അത് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സിൻ്റെ നേരെ വരുന്നത് എന്താണ്? 3 ആണ്. വൈൻ്റെ നേരെ വരുന്നത് 1 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രൂപം എന്ന് പറയുന്നത്. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ വരുന്ന ഇക്വേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെയാണ് ചെയ്യുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 3 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, എക്സ് വൈ സെഡ്. 3 സെഡ് ഉണ്ടായതുകൊണ്ടാണ് 3 ഇക്വേഷൻ, ഇല്ലെങ്കിൽ എക്സ് വൈ മാത്രമുള്ളെങ്കിൽ 2 ഇക്വേഷനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മറ്റേത് 2/2 ഓർഡറാണ് വരിക, ഇതെന്തായിരിക്കും വരിക? 3/3 ഓർഡറിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ആദ്യം ഇക്വേഷനിൽ നിന്നും നമ്മൾ മെട്രിക്സ് ഫോമിലോട്ട് മാറ്റുക. ആദ്യം എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന രൂപത്തിൽ എ എന്ന മെട്രിക്സ് നോക്കാം. നമുക്ക് എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകളൊക്കെ എടുത്ത് ചെയ്താൽ, വൈൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് ചെയ്താൽ, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് ചെയ്താൽ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 5, ദെൻ വൈൻ്റെ കോഎഫിഷ്യൻ്റ് -6, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് +4. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 7, വൈൻ്റെ കോഎഫിഷ്യൻ്റ് 4, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് -3. ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2, വൈൻ്റെ കോഎഫിഷ്യൻ്റ് 1, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് 6. അപ്പോൾ എങ്ങനെയാണ്? ആദ്യ കോഎഫിഷ്യൻറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മെട്രിക്സ് രൂപത്തിലെ എലമെൻറ്റ്സുകളൊക്കെ എഴുതി. ദെൻ രണ്ടാമത്തത് എന്ത് ചെയ്യുക? എക്സും വൈയും സെഡും അല്ലേ കാണേണ്ടത്, അതൊരു മെട്രിക്സ് ആക്കി രൂപത്തിൽ എഴുതി എക്സ് വൈ സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്തുള്ള ഈ കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇത് 3 ഒരുമിച്ച് എഴുതിയിട്ട് നമ്മളൊരു മെട്രിക്സ് രൂപത്തിലാക്കുന്നു. 15 19 46 കോളം രൂപത്തിലാണ്. ഇങ്ങനെയല്ല എഴുതേണ്ടത്, കോളത്തിലാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അതൊരു മെട്രിക്സ് ആക്കി. അപ്പോൾ ഇത് ഏത് രൂപത്തിലായി? എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന രൂപത്തിലായിട്ട് മാറി അല്ലേ. എ എന്നൊരു മെട്രിക്സ് ആണ് ഇത്, എക്സ് എന്നൊരു മെട്രിക്സ് ആണ് ഇത്, ദെൻ ഈക്വലിനപ്പുറത്ത് ബി എന്നൊരു മെട്രിക്സ് ഉണ്ട്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? എക്സും വൈയും സെഡും, ഈ 3ൻ്റെയും വാല്യൂ നമ്മൾ കാണണം. സോ നമ്മൾ എക്സോടെ നിർത്തി. എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്.
അപ്പോൾ എക്സ് ഇവിടെ നമുക്കുണ്ട്, ബിയും നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി എന്താണ് കാണേണ്ടത്? എ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. എ ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞാലും അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ രണ്ടും പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാണണം? നമ്മൾ ആദ്യം ഡിറ്റർമിനൻറ്റ് എ കാണണം, ദെൻ എന്നിട്ട് അഡ്ജോയിൻറ്റ് എ കാണണം. ഡിറ്റർമിനൻറ്റ് എ കാണാൻ നമുക്കറിയാം, ഒരുപാട് തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ഒന്നിൻ്റെ ബാക്കിയാണ് ഒന്ന്, അതുകൊണ്ട് കൂടുതൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഡിറ്റർമിനൻറ്റ് എ ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണേണ്ട സ്ഥലം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് കാണേണ്ടത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ്? ഫസ്റ്റത്തെ റോ നമ്മളാണ് എടുക്കുക, 5 വരുന്ന റോയും കോളയും ഒഴിവാക്കി ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് എഴുതുന്നു. ദെൻ 6 ഇവിടെ 5 ആണ് പ്ലസ്, പിന്നെ മൈനസ് ആണ്. ഇവിടെ 2 മൈനസ് വന്നുകൊണ്ടാണ് കേട്ടോ ഇവിടെ പ്ലസ് വന്നത്. 6 എടുത്തു, 6 വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി ഡിറ്റർമിനൻറ്റ്. ദെൻ 4 എടുത്തു, 4 വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ളത്. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കറിയാം 5 ഇൻറ്റു ഇത് നമ്മൾ ചെയ്തിട്ട് 24 ദെൻ -3 നമുക്ക് കിട്ടും. ദെൻ അത് ചെയ്ത് കഴിഞ്ഞാൽ then 5 into 27 plus 6 into 48 plus 4 into -1, that is 135 plus 288 minus 4, that is equal to 419 എന്നാണ് കിട്ടുക ആൻസർ. ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ കിട്ടും. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 419 എന്ന് കിട്ടി. ഇനി എന്താണ് കാണുന്നത്? അഡ്ജോയിൻറ്റ് എ കാണാം അല്ലേ. അഡ്ജോയിൻറ്റ് എ കാണുന്നെങ്കിൽ ആദ്യം എന്ത് കാണണം? ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ് കാണണം. കോഫാക്ടേഴ്സ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത് 27. ദെൻ രണ്ടാമത്തെ എലമെൻറ്റ് അഥവാ ഫസ്റ്റ് റോയിൽ രണ്ടാമത്തെ എലമെൻറ്റ് കേട്ടോ. ഫസ്റ്റ് റോ നമ്മൾ ഇതാണ്, ഇതിൽ 5 - 6 4 ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓരോ കോഫാക്ടേഴ്സ് കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അറിയാലോ, എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദെൻ A11 അഥവാ കോഫാക്ടർ 1 ഒന്നാമത്തതാണ് കേട്ടോ. 1 + 1 ആണ്, -1 raised to 1 + 1 അതാണ് സ്ക്വയർ വരും. ദെൻ അത് വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ളത് എഴുതുന്നു. ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, 4 into 6 24. ദെൻ മൈനസ് ഇവിടുത്തെ മൈനസ് കൂടെ ഉണ്ടായതുകൊണ്ട് പ്ലസ് 1 into 3 3. അപ്പോൾ ഇവിടെ പ്ലസ് 24 + 3 27. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇവിടെ -48 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഓക്കെ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതുകൊണ്ട് കൂടുതൽ റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് വീണ്ടും വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങളത് പറഞ്ഞാൽ മതി. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, നമ്മൾ ഒരുപാട് തവണ അത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ദെൻ നെക്സ്റ്റ് A2 രണ്ടാമത്തെ റോയിൽ ഒന്നാമത്തെ കോളം ആ എലമെൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ കോഫാക്ടർ 40. ദെൻ സെക്കൻഡ് റോ സെക്കൻഡ് കോളം അതിൽ എലമെൻറ്റ് 22 ആണ്. ദെൻ സെക്കൻഡ് റോയിൽ തേർഡ് കോളം മൂന്നാമത്തെ എലമെൻറ്റ് ആ എലമെൻറ്റ് -17 ആണ്. ദെൻ 3 1 എന്ന് പറയുന്നത് ഏതാണ്? മൂന്നാമത്തെ റോയിൽ ഒന്നാമത്തെ കോളം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ ഇത് വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാണാം. -6 4 4 -3. ഓക്കെ, ദെൻ A32 കോഫാക്ടർ 32 43. ദെൻ നെക്സ്റ്റ് 62 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഡ്ജോയിൻറ്റ് എ കാണും. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയാണ് നമ്മൾ കോഫാക്ടർ കണ്ടത്, അല്ല റോ രൂപത്തിൽ നമ്മൾ ഇങ്ങനെയാണ് റോ കണ്ടത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് കോളത്തിൽ എഴുതണം. അപ്പോൾ നേരിട്ട് തന്നെ കോളത്തിൽ എഴുതാം. അഡ്ജോയിൻറ്റ് എ = നമ്മളിവിടെ 27 -48 -1 ഇത് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കോളത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലേ, ഓരോ എലമെൻറ്റിൻ്റെയും. അഥവാ 5 - 6 4 ഇതിൻ്റെ എലമെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടെത്തിയതെങ്കിൽ ഇങ്ങനെയുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അഡ്ജോയിൻറ്റ് എ നമുക്കിവിടെ ഒരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? എ ഇൻവേഴ്സ് കാണണം അല്ലേ. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് എ / ഡിറ്റർമിനൻറ്റ് എ, ദാറ്റ് ഈസ് 1/419 419 ഡിറ്റർമിനൻറ്റ് എ കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മെട്രിക്സ് അഡ്ജോയിൻറ്റ് എ എന്ന മെട്രിക്സ് ചെയ്തും അതവിടെ നിർത്തും എ ഇൻവേഴ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ കാണുക. എക്സ് എന്ന മെട്രിക്സ് പറഞ്ഞാൽ XYZ എങ്ങനെയാണ് കാണുക? X = A ഇൻവേഴ്സ് B ആണ് നമുക്കറിയാം. എക്സ് എന്ന് പറയുന്നത് XYZ അല്ലേ, XYZ ആണ് എക്സ് എന്ന് പറയുന്നത്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇൻറ്റു ബി നമുക്കറിയാം, ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 15 19 46 ആണ് ബി എന്ന മെട്രിക്സ്. അത് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. നോക്കാം അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത് എന്നുള്ളത്. നോക്ക്, ഇവിടെ XYZ ദാറ്റ് ഈസ് = അതായത് എക്സ് എന്ന മെട്രിക്സ് = A ഇൻവേഴ്സ് ആണ് ഇത് കേട്ടോ.
ഇതുവരെയുള്ളതാണ് എ ഇൻവേഴ്സ് 1/419 ഇൻറ്റു ആ മെട്രിക്സ് ജോയിൻ്റ് ചെയ്യുക. ഇൻറ്റു ബി ആണ് ഇത് കേട്ടോ. ഇത് എ ഇൻവേഴ്സ്, ഇത് ബി. ഓക്കെ, അത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യാണ്. മൾട്ടിപ്പിൾ ചെയ്യാൻ നമ്മളിപ്പോൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ റോ എടുക്കുക, എന്നിട്ട് ഈ കോളമായിട്ട്, ഇത് കോളമാണ് കേട്ടോ, കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 27 ഇൻറ്റു 15, ഇവിടെ ഇൻറ്റു എന്നാണ് കേട്ടോ ഇത് മീനിങ്, പ്ലസ് ദെൻ 40 ഇൻറ്റു 19 പ്ലസ് 2 ഇൻറ്റു 46. ദെൻ രണ്ടാമത്തത് -48 ഇൻറ്റു 15 പ്ലസ് 22 ഇൻറ്റു 19 പ്ലസ് 43 ഇൻറ്റു 46. ദെൻ മൂന്നാമത്തത് -1 ഇൻറ്റു 15 പ്ലസ് -17 ഇൻറ്റു 19 പ്ലസ് 62 ഇൻറ്റു 46. ഇത് ചെയ്താൽ നമുക്ക് ഇത് ഇതേപോലെ തന്നെ ചെയ്താൽ 1/49. ഇത് ലാസ്റ്റേ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 1/49 ഇൻറ്റു നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1287, 1676, 2514 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/49 ഇൻറ്റു ഇങ്ങോട്ട്, അപ്പോൾ എന്ത് ചെയ്യുക, 1287/419 എത്ര കിട്ടും? 3 കിട്ടും. then 1676/419 4 കിട്ടും. 2514/419 6 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂ കണ്ടെത്തുക. സോ എക്സ് ഇസ് ഈക്വൽ ടു 3, ദെൻ വൈ ഇസ് ഈക്വൽ ടു 4 ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഒരുമിച്ച് 3 ഇക്വേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എസ് ക്വസ്റ്റ്യനായിട്ട് ഷോർട്ട് എസ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം എന്തായാലും. ഓക്കെ, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഒരൊറ്റ ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. മെട്രിക്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഇക്വേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയാം. ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മെട്രിക്സ് ഇക്വേഷൻ രൂപത്തിൽ ചെയ്യുന്നത് നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ദെൻ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. കൂടുതൽ ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയാം. നമുക്കൊരൊറ്റ ടോപ്പിക്കാണ് പറയാനുള്ളത്, അത് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മെട്രിക്സ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.